ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് ചെയ്യുന്നത്. സ്നാക്ക് എന്ന് പറയാൻ നല്ലൊരു സ്വീറ്റും കൂടിയാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വറുത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വറുത്ത റവ ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് വറുത്തെടുക്കേണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. വറുക്കാത്ത റവയാണെങ്കിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുത്ത റവ ആയതുകൊണ്ട് ഇത്രയും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാനിവിടെ ഒരു 2 അച്ച് ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ 1/2 കപ്പ് തികച്ചില്ല കേട്ടോ. ഈ 2 അച്ച് ശർക്കര പൊടിച്ചത് 1/2 കപ്പിന് കുറച്ച് കുറവുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അതാ ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരിച്ചിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ശർക്കര ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് തിക്കാക്കി എടുക്കണം. ഇപ്പോൾ ശർക്കരപ്പാനി ഇവിടെ നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഒന്നിത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഇതിലുള്ള ശർക്കര വെള്ളമൊക്കെ വറ്റി ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ ഫ്ലെയിം കുറച്ച് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി നമുക്കിതൊരു 1-2 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ട്. ഇനി ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് നെയ്യ് തടവി കൊടുക്കാം. ഇനി നമുക്ക് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യണം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗവും ഒരുപോലെ കനത്തിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പൂണിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ സ്പൂണിൻ്റെ പുറം ഭാഗത്ത് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്താൽ മതി. ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ തന്നെ ഇത് സെറ്റായിട്ട് വരും. അപ്പോൾ ഇതിവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്നും ചൂടാറിയിട്ടില്ല, ചെറുതായിട്ടൊരു ചൂടുണ്ട് എപ്പോഴും. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് ഹാർഡാവൊന്നുമില്ല, കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണിത്. ഇതുപോലെ കൈകൊണ്ട് മുറിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു സ്വീറ്റ് ഉള്ളത്. അതായത് ഒരുപാട് ഹാർഡായിട്ടുള്ള സ്വീറ്റൊന്നും അല്ല ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്